ദൈവം എല്ലാവരെയും ഒരുമിച്ച് ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ. God bless all of us together this morning. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവാസന്നിധാനത്തിലായിരിക്കാം. Let's be in the presence of God with much prayer. സന്തോഷമുള്ള ദൈവത്തിന്റെ ജനം ദൈവത്തിനൊന്ന് മഹത്വം കരേറ്റിയാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്ക് എഫേസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. Reading from the book of Ephesians chapter 1 verse 10, it reads like this: for we are God's handiwork, created in Christ Jesus to do good works, which God prepared in advance for us to do. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് എന്റെ പക്കൽ നൽകി തന്നിരിക്കുന്ന സന്ദേശത്തിന് ഞാൻ കൊടുക്കുന്ന ശീർഷകം ഇങ്ങനെയാണ്: അദ്വിതീയമാകുക. The title which I give to this message is uniqueness. Praise God. Amen. അദ്വിതീയമാകുക. Uniqueness. Be unique. നമുക്കറിയാം, നമ്മുടെ എല്ലാം ജീവിതത്തിൽ ആമേൻ നാം പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് മറ്റുള്ളവരുടെ ഇടയിൽ ആമേൻ എനിക്ക് യുണീക്ക് ആയിരിക്കണം, എനിക്ക് ആമേൻ വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. Our desire is that we should be unique among our peers. ആമേൻ നമ്മളുടെ ജോലിയിൽ ആമേൻ നമ്മൾ അത് ആഗ്രഹിക്കാറുണ്ട്. We desire that in our workplace. ആമേൻ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർക്ക് ആഗ്രഹമുണ്ട് അവരുടെ സഹപാഠികളുടെ നടുവിൽ നിന്ന് തങ്ങൾ വ്യത്യസ്തതയുള്ളവരായിരിക്കണം. And the students who go to school, they also want to be unique among their peers. ആമേൻ ശുശ്രൂഷകന്മാർ തങ്ങളുടെ ശുശ്രൂഷകളിൽ വ്യത്യസ്തതയുള്ളവരായിരിക്കാൻ ആഗ്രഹിക്കുന്നു. Even the ministers of the word of God, they would also desire to be unique. ആമേൻ ഒരു സമൂഹത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ആ സമൂഹത്തിലും ആമേൻ വ്യത്യസ്തത പുലർത്തണമെന്ന് പലപ്പോഴും ആഗ്രഹിക്കുന്നവരാണ് നാം. Even when we are in a society, we desire to be unique among our people. ആമേൻ അതൊക്കെ നമ്മളുടെ വ്യക്തിപരമായ ദൈനംദിന ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒരു യുണീക്നെസ് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, And when we desire a uniqueness in our day-to-day life, തിരുവചനം പഠിക്കുമ്പോൾ അറിയാം ദൈവവും നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് നാം ആമേൻ ദൈവത്തിന്റെ സന്നിധിയിലും യുണീക്ക് ആയിരിക്കണമെന്ന്. but yet God desires all of us to be unique in His presence. നമുക്ക് ആമേൻ ലോകപ്രകാരം ശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ പഠിക്കുവാൻ കഴിയും ആമേൻ ഓരോ വ്യക്തികളുടെയും DNA വ്യത്യസ്തതയുള്ളതാണ്. And when we study scientifically, we all know that each of us, we have a different DNA. ആമേൻ ഒത്തിരി സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നിന്നും വ്യത്യസ്തനായിരിക്കുന്നത് ആമേൻ അതിന്റെ ശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ അവന്റെ DNA ഘടകങ്ങളാണ് അവനെ വ്യത്യസ്തനാക്കുന്നത്. Even though many of us have the same qualities, but yet it is the DNA that makes us unique or separate. ആമേൻ മാതാപിതാക്കളുടെ സ്വഭാവമോ അല്ലെങ്കിൽ അവർക്ക് സമാനമായിരിക്കുന്ന സ്വഭാവങ്ങളോ സവിശേഷതകളോ ആമേൻ രൂപസാദൃശ്യങ്ങളോ ഒക്കെ ഉണ്ട് എന്ന് വന്നാൽ പോലും, even though we may look like our parents or we may possess certain qualities of our parents, ആമേൻ DNA-യിൽ സിമിലാരിറ്റി ഉണ്ടെന്ന് തോന്നിയാലും, even though we may think that there's similarity in the DNA, ഓരോ വ്യക്തിയിലും ആമേൻ പ്രത്യേകമായ നിലവാരത്തിൽ അത് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. but then we will be able to see that this DNA is arranged in a unique way in each individual. ആമേൻ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ 139-ാമത്തെ സങ്കീർത്തനമാണ് എന്നോട് അതിന് മറുപടി പറഞ്ഞത്. And when I was meditating on that, it was Psalms 139 that talked to me or ministered to me. അതിന്റെ 14-ാമത്തെ വാക്യം എന്നോട് ഇങ്ങനെ സംസാരിച്ചു: ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. It says that you have made me fearfully and wonderfully, and so I'll praise you. ആമേൻ ആ പദമൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണമേ. ആമേൻ നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ഭയങ്കരമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ഭയങ്കര ഭീകര വ്യക്തിയാണ്, ജീവിയാണെന്നുള്ള നിലയിലല്ല. And when we say he was made me fearfully and wonderfully, it doesn't mean that there's too much fear in that. ആമേൻ ഹല്ലേലൂയ. നമ്മെ പ്രത്യേകമായ നിലകളിൽ ഓരോ വ്യക്തിയെയും സൃഷ്ടിച്ചപ്പോൾ പ്രത്യേകമായ നിലയിൽ യുണീക്കായി സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടിപ്പിനെയാണ് അവിടെ വെളിപ്പെടുത്തുവാനിടയായിരിക്കുന്നത്. Talking about the uniqueness with which each individual is created. ആമേൻ ഇവിടെ നാം വായിച്ച വേദഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ, when we come to the verse that we just read, ആമേൻ തിരുവചനം പറയുന്നു നാം അവന്റെ കൈപ്പണിയായി
സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ that സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. we are created to do, we are his handiworks, created to do good works. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇത് ആരെ കുറിച്ചാണ് തിരുവചനം പറയുന്നത്? So I was wondering about whom is the word of God talking about. അവന്റെ കൈപ്പണിയായി അവന്റെ സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവർ. That we are created in Christ to do good works. ആമേൻ. അതിന്റെ ആൻസർ നമുക്ക് ലഭിക്കുന്നത് ആരംഭ വേദഭാഗം, അതായത് 2-ാം അധ്യായത്തിന്റെ ആരംഭം മുതലാണ്. And the answer to that is in the beginning of that chapter 2. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നിരുന്നു. It says, as for you, you were dead in your transgressions and sins, in which you used to live when you followed the ways of this world and of the ruler of the kingdom of the air, the spirit who is now at work in those who are disobedient. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം, Yes, but our God, ആമേൻ, തിരുവചനം പറയാ, കരുണാസമ്പന്നനായ ദൈവം, says that our merciful God, ആമേൻ, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം, because of his great love for us, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചിരിക്കുന്നു. that he has made us alive in Christ. ആമേൻ. എന്നിട്ട് പറയുന്നു, ക്രിസ്തുയേശുവിൽ നമുക്കുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തിരിക്കുന്നു. And God raised us up with Christ and seated us with him in the heavenly realms in Christ Jesus. എന്നിട്ട് തിരുവചനം പറയുന്ന ഒരു കാര്യമുണ്ട്. And there's something that the word of God says. ഒരു ജഡവും പ്രശംസിക്കാതിരിക്കാൻ. So that no flesh will boast. ആമേൻ. ഈ തിരഞ്ഞെടുപ്പിൽ ഒരു ജഡവും So that പ്രശംസിക്കാതിരിക്കാൻ. no flesh will boast. ഈ വീണ്ടെടുപ്പിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കാൻ. That nobody will boast about this redemption. ആമേൻ. ആലല ദൈവത്തിന്റെ ദാനമാണ് ഈ വീണ്ടെടുപ്പ് എന്ന് വരേണ്ടതിന്. And because this redemption is a gift from God. ഒരു തിരഞ്ഞെടുപ്പ് സ്വർഗം നമ്മിൽ നടത്തിയെന്ന്. And God made an election and a selection in us. ആമേൻ. ഞാൻ പലപ്പോഴും തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഈ ദൈവസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. I have many times preached about the selection and election of ആമേൻ. God. അതിലേക്ക് ഇന്ന് പകൽക്കാലം ഞാൻ കടന്നു So പോകുന്നില്ല. I don't want to go deep into that again. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. But one thing I understood. ആമേൻ. എന്നെ തിരഞ്ഞെടുക്കുമ്പോൾ When he selected me, തിരുവചനം പറയുകയാണ്, word of God says, താൻ എന്നെ സ്നേഹിച്ച മഹാസ്നേഹത്തിന്റെ Yes. Hallelujah. ആധിക്യത്തിലാണ് Yes. ആ തിരഞ്ഞെടുപ്പ് നടന്നത്. it is because of his great love and magnificent mercy. അവിടെ നിന്നുകൊണ്ട് ഞാനൊന്ന് ചിന്തിക്കാൻ തുടങ്ങി. And I started thinking from there. ഇത്രയും എന്നെ സ്നേഹിക്കാൻ എന്ത് പ്രത്യേകതയാ എന്റെ ദൈവം എന്നിൽ കണ്ടത്? What uniqueness did he see in me to love me this much? ഓ, ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയാമോ? When I look back, you know what I understood? സ്നേഹിക്കപ്പെടാനുള്ള യോഗ്യതയൊന്നും I എന്നിലില്ലായിരുന്നു. had no qualities in me to be loved. ആമേൻ. സ്നേഹിക്കപ്പെടാൻ ഒരു ക്വാളിറ്റിയും എടുത്തു പറയാൻ ഒന്നുമില്ലായിരുന്നു. I had no qualities to be loved by God. പക്ഷേ എന്റെ ദൈവം എന്നെ സ്നേഹിച്ച മഹാസ്നേഹത്തിൽ യേശു ക്രിസ്തുവിലൂടെ നോക്കിയപ്പോൾ ആമേൻ, Hallelujah. അതിനു വേണ്ടി Yes. യുണീക്കായ ഒരു സ്തോത്രം. വ്യക്തിയായിരിക്കുവാൻ എന്നെ കണ്ടതുകൊണ്ട് ആ തിരഞ്ഞെടുപ്പ് എന്റെ മേൽ വീണു. Because he saw me through Jesus, he found me unique and he made and he saved me. ആമേൻ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ ദൂത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, So when you are listening to this message, ഈ സന്ദേശം നിങ്ങൾ ശ്രവിക്കുമ്പോൾ, when you are listening to this, ആമേൻ, ജീവിതത്തിന്റെ ഏത് തുറയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിലും, no matter in what sphere of life you are working, ഒരുപക്ഷെ ഒരു സ്റ്റുഡന്റ് ആയിരിക്കാം, maybe you might be a student, ഒരുപക്ഷെ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന or you വ്യക്തിയായിരിക്കാം, might be working in an office, ഒരുപക്ഷെ ഒരു ബിസിനസ് സ്ഥാപനമായിരിക്കാം, or maybe you own a business, ഒരുപക്ഷെ ഒരു ശുശ്രൂഷകനാകാം, maybe you are a minister of the word of God, ഒരുപക്ഷെ ഒരു വീട്ടമ്മയാകാം. maybe you are a housewife. പക്ഷെ ഒരു ദൂത് ഞാൻ വിളിച്ചു But I പറയാം. want to call out a അവൻ mystery. ഏത് തുറയിലാണെന്നുള്ളതല്ല വിഷയം. It doesn't matter where you work. ദൈവത്തിന്റെ സന്നിധിയിൽ നീ യുണീക്കാണ്. You
are unique in the presence of എന്ന് God. പറഞ്ഞാൽ അതിനൊരു അർത്ഥം ഇങ്ങനെയുണ്ട്. And there's a meaning to that. ആമേൻ. ദൈവത്തിന്റെ പ്രത്യേകമായ പദ്ധതിയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. God, according to his unique plan, created you. ദൈവത്തിന്റെ പ്രത്യേകമായ പ്ലാനിൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. You are called according to his unique plan. ദൈവത്തിന്റെ പ്രത്യേകമായ പ്ലാനിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. You are selected according to his unique and special plan. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് അത് വിശ്വസിക്കുവാൻ കഴിയും? ഞാൻ എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ, എന്റെ ദൈവത്തിന്റെ പദ്ധതിയിൽ, എന്റെ തിരഞ്ഞെടുപ്പിൽ ഞാൻ യുണീക്കാണ്. How many of you will be able to think and know that you are unique in this selection? ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആ മഹാസ്നേഹത്തിൽ ഞാൻ സ്നേഹിക്കപ്പെടുവാനിടയായത്. That's the reason why I am being loved with that great love of my God. ഇന്ന് പകൽക്കാലം യുണീക്കായ ഒരു തിരഞ്ഞെടുപ്പ് എന്റെ മേൽ വീണുവെന്ന് അവകാശപ്പെടുവാൻ കഴിയുന്നവർ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അത് ഉറപ്പുണ്ടെങ്കിൽ, അത് വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ജനം ആത്മാവിന്റെ നിറവിൽ ആരാധിച്ച് അതിന് ഹല്ലേലൂയ ആ ഉറപ്പിന്റെ മേൽ, ആ വാഗ്ദത്ത വിഷയത്തിന്റെ മേൽ ആമേൻ നീ മറുപടി പ്രാപിച്ച് മുൻപോട്ട് പോകണം. And if you strongly believe in that calling, you start worshiping him in the spirit. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ നേടിയ ഒരു തിരഞ്ഞെടുപ്പ് മനസ്സിലാക്കിയ ആമേൻ ഒരുവൻ വിളിച്ചു പറഞ്ഞു, ആമേൻ ഹല്ലേലൂയ, ഏത് പ്രതികൂലം വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും എനിക്കൊരു കാര്യം അറിയാം, എന്നെ തിരഞ്ഞെടുത്തവൻ ജീവിക്കുന്നു. And so a person who understood this selection and election, he said, the one who called me is unique and he still lives. Praise the Lord. യുണീക്ക് ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് അതിന്റെ ഒരു പരമപ്രധാനമായ വിഷയത്തെ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. When we say about uniqueness, I want to talk about the speciality of that. എന്തിനാ നമ്മെ ഇങ്ങനെ യുണീക്കായി അദ്വിതീയമായി സൃഷ്ടിച്ചിരിക്കുന്നത്, തിരഞ്ഞെടുത്തിരിക്കുന്നത്? Why we are created and selected uniquely like this? അതിന്റെ പുറകിൽ ഒരു വലിയ ദൈവിക ലക്ഷ്യമുണ്ട്. God has a big plan and purpose behind that. ആമേൻ. അങ്ങനെയെങ്കിൽ ആമേൻ അത് തിരിച്ചറിയുക എന്നുള്ളതാണ് പരമപ്രധാനമായ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. And the most important thing in our life should know and to understand what that is. ആമേൻ. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ആമേൻ ചില പോയിന്റുകൾ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. In connection with that, I want to present certain points to you. ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ലക്ഷ്യങ്ങളും മൂല്യങ്ങളും തിരിച്ചറിയുക. You should understand the value in Christ and your aim in Christ. ആമേൻ. യുണീക്കായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നെന്നും വിളിക്കപ്പെട്ടിരിക്കുന്നെന്നും തിരിച്ചറിയുമ്പോൾ, when you realize that you are uniquely designed and created, അതിന്റെ പുറകിൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ, and when you understand that God has a unique purpose. ആമേൻ. ഒരു പക്ഷേ നമുക്ക് പല വൈകല്യങ്ങളും ശാരീരികമായി ഉണ്ടാകാം. Maybe we may have some kind of handicaps. ആമേൻ. ഒരു പക്ഷേ എങ്കിൽ നമ്മൾ നമുക്ക് ആമേൻ നമ്മുടെ ബുദ്ധിയുടെ തലത്തിൽ മറ്റുള്ളവരെ പോലെ ആമേൻ ഒരു പക്ഷേ ആക്ട് ചെയ്യുവാൻ, പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ലായിരിക്കാം. Sometimes we may wonder why we may not be able to act and work like the other person. ഒരു പക്ഷേ മറ്റുള്ള വ്യക്തിയെ പോലെ കായിക ബലമില്ലായിരിക്കാം. Maybe you don't have the physical might like the other person. ഒരു പക്ഷേ മറ്റൊരാളിനെ പോലെ സൗന്ദര്യമില്ലായിരിക്കാം. Maybe you are not handsome or beautiful like the other person. ആമേൻ. ചിലപ്പോൾ കമ്പാരിസൺ നടത്തുമ്പോൾ മറ്റു പലതുമായി നിന്നെ കമ്പയർ ചെയ്യുവാൻ, പലരുമായും കമ്പയർ ചെയ്യുവാൻ കഴിയുന്നില്ലായിരിക്കാം. And maybe you are not, when you compare with others, you may not have the same qualities like them. പക്ഷേ ഇന്ന് പകൽക്കാലം ദൂത് എന്താണെന്ന് അറിയാമോ? But do you know what the message ആമേൻ. is? നീ നോക്കുമ്പോൾ നിന്നേക്കാൾ ശ്രേഷ്ഠരെന്ന് ആമേൻ നീ ചിന്തിക്കുന്നവരുടെ ഇടയിൽ നീ യുണീക്കാണ്. In the midst of the people who you think that are greater and mightier than you, you must know that you are unique. ആമേൻ. അങ്ങനെ ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടുവാൻ And when you ഇടയാകുന്നത്. start thinking in those lines, that's when the work of God will be revealed അങ്ങനെ in you. അങ്ങനെ ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുവാൻ And തുടങ്ങുന്നത്. when you start thinking like that, that's when you will be used in the hands of God. ആമേൻ. ഹല്ലേലൂയ. ഫെലിസ്യപ്പെട്ട ആമേൻ. മല്ലന്മാരും വില്ലന്മാരും ഉയർന്നവരും ആമേൻ ആയിരിക്കുന്ന ആർമി ഉള്ളവരെല്ലാം ശൗലിന്റെ ഗണത്തിൽപ്പെട്ടവർ മാറി നിൽക്കുമ്പോൾ, when all the mighty people in the army of Saul, when they all moved away from Goliath, ആമേൻ യുണീക്കായ ഒരു വിളി എന്റെ മേൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയവർ വിളിച്ചു ചോദിച്ചു, ഇവനെ കൊന്നാൽ എനിക്ക് എന്ത് കിട്ടും? so but the one who knew that he is uniquely made and created, he asked, what will I get if I kill this giant? ആമേൻ. ഞാൻ എന്റെ ഭാഷയിൽ അതൊന്ന് പറയാം.
പറഞ്ഞാൽ want to paraphrase it in my words. അവൻ ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? You know what he was asking? ഇവനെ ജയിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? If I kill him, if I take victory on him, what will I get? ആമേൻ. 2023 നമ്മുടെ നേട്ടത്തിന്റെ വിജയത്തിന്റെ വർഷമെന്നാണ് നാം പറയുന്നത്. We are saying that 2023 will be a year of victory. ആമേൻ. അങ്ങനെയെങ്കിൽ യുണീക്കായിരിക്കുന്ന ആമേൻ തിരഞ്ഞെടുപ്പ് എന്റെ മേലുണ്ടെന്ന് പറയുന്നവൻ ഇങ്ങനെ പറയുവാനിടയാകണം, ആമേൻ, എനിക്ക് എന്ത് കിട്ടും? And so a person who thinks that he is uniquely and created and built, he must wonder, what am I going to get? അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? You know what that means? ഒരു ലക്ഷ്യമുണ്ടാക്കുക. That you should have an aim, a goal. ക്രിസ്തുവിലുള്ള ലക്ഷ്യത്തെ തിരിച്ചറിയണം. You must recognize the goal in Christ. ക്രിസ്തുവിലുള്ള വാല്യൂവിനെ You തിരിച്ചറിയണം. must understand your value in Christ. ആമേൻ. ക്രിസ്തുവിലുള്ള ലക്ഷ്യത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, And if you ask what should be your goal, your aim in Christ, ഫിലിപ്പിയർ 3:14, the book of Philippians chapter 3 verse 14. ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. That I am pressing forward to the goal to win the prize for which God has called ആമേൻ. me. ശ്രദ്ധിച്ചു കേൾക്കട്ടെ. Listen carefully. ക്രിസ്തുയേശുവിൽ In Christ, പരമവിളിയുടെ that for the prize, ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. for that goal I am running. ക്രിസ്തുവിലുള്ള എന്റെ ലക്ഷ്യം, My goal in Christ. ആമേൻ, എന്നെ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രാപ്തനാക്കുന്നെങ്കിൽ, If he is qualifying me for any plan, എന്നെ യുണീക്കാക്കി നിർത്തുന്നതിന്റെ ഒരു കാര്യം, one of the reasons why he has made me uniquely, ക്രിസ്തുവിലുള്ള എന്റെ പരമവിളിയുടെ വിരുദിനായുള്ള ലക്ഷ്യമാണ്. so that I will go for that goal that God has put for me. ആ ലക്ഷ്യത്തെ ഞാൻ കാണുമ്പോൾ, When I see that goal, ആ ലക്ഷ്യത്തെ ഞാൻ നോക്കുമ്പോൾ, when I look at that goal, ഈ ലോകത്തെ ഞാൻ മറക്കുന്നു. then I forget this world. ഈ ലോകത്തെ ഞാൻ ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു. Then I consider this world as rubbish. അത് ഞാൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ, When I start doing that, എന്റെ വിശ്വാസത്തിൽ ഞാൻ വളരുന്നു. then I grow in my faith. ക്രിസ്തുയേശുവിൽ പരമവിളിയുടെ വിരുദ് എന്റെ ലക്ഷ്യമാകുമ്പോൾ, And when that goal will become my aim, ഞാൻ വിശുദ്ധിയിൽ വളരുന്നു. then I grow in holiness. ഞാൻ വിശുദ്ധിയിൽ വളരുമ്പോൾ, When I grow in holiness, വിശുദ്ധനായ ദൈവത്തിന്റെ സാമീപ്യം എന്നിലേക്ക് അധികമായി കടന്നു വരുന്നു. then the presence of that holy God will come to me. ആമേൻ. ദൈവത്തിന്റെ സാന്നിധ്യം എന്നിൽ കടന്നു വരുമ്പോൾ, And when that presence of God comes to me, അതെന്റെ അകത്തും പുറത്തും പ്രവർത്തിക്കാൻ then തുടങ്ങുന്നു. it will start working in the outside and the inside of me. അതെന്റെ അകത്തെ മനുഷ്യനിൽ പ്രവർത്തിക്കുന്നു. It start working in the inner man. അതെന്റെ പുറത്തെ മനുഷ്യനിൽ പ്രവർത്തിക്കുന്നു. And it will start working in my outer man. അതാണ് ക്രിസ്തുവിൽ ലക്ഷ്യമുണ്ടാകുക. And that's what your goal in Christ should be. രണ്ടാമതായിട്ട് അതിനോട് ചേർന്നുള്ള ഭാഗം തന്നെയാണ്, ആമേൻ, ക്രിസ്തുവിൽ നമ്മുടെ മൂല്യത്തെ തിരിച്ചറിയുക. Then we should understand, recognize the value of us in Christ. ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. Listen carefully. ക്രിസ്തുവിൽ ലക്ഷ്യമുള്ളവന്, The one who has a goal in Christ, ക്രിസ്തുവിൽ അവന്റെ മൂല്യം അറിയുവാൻ കഴിയും. then he will be able to understand his value in ഹലോ Christ. ചർച്ച്, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? You understand what I am trying to say? ക്രിസ്തുവിൽ നിനക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ, If you have a goal in Christ, ആമേൻ, ക്രിസ്തുവിലുള്ള വാല്യൂ തിരിച്ചറിയാം. then you will be able to recognize your value in ഞാൻ Christ. ഒരു വാക്യത്തിലൂടെ അത് കാണിച്ചു തരാം. Let me show that through a verse. ലൂക്കോസ് 12:7 ഇങ്ങനെ പറയുന്നു, The book of Luke chapter 12 verse 7 says നിങ്ങളുടെ like this. തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു. Even your very hairs are numbered. ഹലോ, Praise God. നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു. Even your very hairs are numbered. എന്താ അതിന്റെ അർത്ഥം? You know what does that mean? എന്റെ ശിരസിൽ നിന്ന് ഒരു മുടി പൊഴിഞ്ഞ് താഴെ വീഴുമ്പോൾ ഞാൻ അറിയുന്നില്ലെങ്കിലും അതിന്റെ എണ്ണം അറിയാവുന്ന ഒരു ദൈവമുണ്ട്. Even one hair falls down from my head, even though I don't have a count of my hairs, the one who has the count knows that one hair has fallen down. എനിക്ക് ക്രിസ്തുവിലുള്ള എന്റെ വാല്യൂവിനെ റിവീൽ ചെയ്യുകയാണ്. And that reveals my value in Christ. ആമേൻ. ഇന്ന് പകൽക്കാലം ക്രിസ്തുവിൽ ഒരു വാല്യൂ ഉണ്ട്, ഒരു വിലയുണ്ടെന്ന് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. Thank God for those people who know their value in Christ.
ഞാൻ അതിനകത്ത് കണ്ടെത്തിയ ഒരു അർത്ഥം എന്താണെന്നറിയാമോ? You know what's the meaning I found in that? എന്റെ അകത്തെ മനുഷ്യന്റെ രക്ഷയ്ക്ക് എന്റെ ദൈവം എത്രമാത്രം ആമേൻ പ്രാധാന്യം നൽകിയിരിക്കുന്നുവോ അതുപോലെ തന്നെ എന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിന് ദൈവം എനിക്ക് നൽകി തന്നിരിക്കുന്ന ആയുസ്സിന്റെ നാളുകൾ വെച്ചിരിക്കുന്ന ആയുസ്സിന്റെ നാളിനും ദൈവം പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു. The importance that God has given for my inner man, He has the same way He has given importance to the days that I am going to live in this earth. ആമേൻ. ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ പറയും. Let me paraphrase it like this. അവൻ അറിയാതെ എന്നിൽ ഒന്നും സംഭവിക്കുന്നില്ല. Nothing will happen in me. അതെന്റെ കുടുംബത്തിൽ സംഭവിക്കുന്നില്ല. It won't happen in my family. എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. It won't happen in my life. എന്ത് സംഭവിച്ചാലും അവൻ അറിയുന്നു എന്ന ഒരു ഉറപ്പ് എനിക്കുണ്ടെങ്കിൽ, if I am firm of the fact that whatever happens in my life is as per the knowledge of Him, ആ ഉറപ്പ് എനിക്ക് നൽകുന്ന ഒരു അഷ്വറൻസ് ഉണ്ട്. that firmness will give me an assurance. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. Then everything will work out for the good of those who love God and those who are called out for His purpose. ആമേൻ. അതാണ് ക്രിസ്തുവിലുള്ള നമ്മളുടെ ലക്ഷ്യങ്ങളെയും മൂല്യങ്ങളെയും തിരിച്ചറിയുക. That's the reason why we should recognize our goal in Christ as well as our value in Christ. അത് തിരിച്ചറിഞ്ഞാൽ രണ്ടാമത് എന്താണെന്ന് അറിയാമോ? You know what happens next? നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയെ പിന്തുടരുക. And then we'll be able to we'll be able to follow the plan of God for us. എങ്ങനെ യുണീക്ക് ആകാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. How we can become unique, that's what I'm trying to say. ആമേൻ. അതിന് ഒന്നാമതായി ദൈവത്തിലുള്ള നമ്മുടെ ലക്ഷ്യത്തെയും നമ്മുടെ വാല്യൂവിനെയും മൂല്യത്തെയും നാം തിരിച്ചറിയണം. Number one, we must understand our goal in Christ as well as our value in Christ. രണ്ടാമതായിട്ട് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളെ നാം പിന്തുടരുവാനിടയാകണം. Number two, we should start following the plan of God for us. ആമേൻ. അവന്റെ പദ്ധതികളെ പിന്തുടരുവാൻ കഴിയണമെങ്കിൽ, and if we have to follow His plans for us, നാം വിശ്വസിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട്. there are three things that we must believe. ഒന്ന്, അവന്റെ പദ്ധതികൾ തികവുള്ളതാണെന്ന് വിശ്വസിക്കുവാൻ Number കഴിയണം. one, we should know that all His plans are full. രണ്ട്, ആ പദ്ധതികളുടെ പൂർത്തീകരണത്തിന് അവൻ നിശ്ചയിച്ചിരിക്കുന്ന സമയം തികവുള്ളതാണെന്ന് And വിശ്വസിക്കുവാൻ also we must കഴിയണം. know that He has an exact time for the fulfillment of that. മൂന്ന്, ദൈവത്തിന്റെ ഉദ്ദേശങ്ങളും സ്നേഹത്തിന്റെ ഹൃദയവും നമ്മുടെ നന്മയ്ക്കാണെന്ന് വിശ്വസിക്കുവാൻ കഴിയണം. And again we should be able to believe that whatever He does is for our goodness only. Praise the Lord. കേവലം ഉപരിപ്ലവമായി പെരിഫറലായ കുറച്ച് കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. I'm not talking about anything that is peripheral here. ഞാനൊരു ആഴമേറിയ വിഷയം നിങ്ങളോട് ഇന്ന് പകൽക്കാലം പങ്കുവെക്കുകയാണ്. I am sharing a very deep thing with you. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയെ പിന്തുടരുവാൻ, അതിനെ ഫോളോ ചെയ്യുവാൻ, അതിലേക്ക് ആമേൻ, if you want to pursue the plan of God in your life, ആമേൻ, ദൈവത്തിന്റെ പദ്ധതിയെ പിന്തുടരുവാൻ കഴിയണമെങ്കിൽ, if you have to pursue the plan that God has set for you, ആമേൻ, ഒന്നാമതായിട്ട് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതികൾ തികവുള്ളതാണെന്ന്, പെർഫെക്റ്റ് ആണെന്ന് വിശ്വസിക്കാൻ കഴിയണം. number one, we should be able to know that all the plans that He has for us are perfect. ദൈവത്തിന്റെ പദ്ധതികളിൽ ഒരു തികവുണ്ടെന്ന് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ, and when we know that His plans for us are perfect, നമുക്കൊരു കാര്യം മനസ്സിലാകും. then one thing we will realize, അത് നിറവേറാൻ നിശ്ചയിക്കപ്പെട്ട ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. God has set a time for its fulfillment. അവൻ സമയത്തിന് മുൻപും സമയത്തിന് ശേഷവും പ്രവർത്തിക്കുന്നവനല്ല, അവൻ തക്ക സമയത്ത് He's പ്രവർത്തിക്കുന്നവനാണ്. not going to do it before the time or after the time. He will do it exactly at the right time. ആമേൻ. ദൈവത്തിന് ആമേൻ പദ്ധതികളുള്ള ദൈവത്തിന് സമയം പ്രത്യേകമായി കാര്യങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുമ്പോൾ, അവന്റെ ഉദ്ദേശങ്ങളും അവന് നമ്മളോടുള്ള, ശ്രദ്ധിച്ചു കേൾക്കണം, അവന് നമ്മളോടുള്ള തന്റെ സ്നേഹത്തിന്റെ ഹൃദയത്തിൽ ഉരുത്തിരിയുന്ന ചിന്തകളും നമ്മുടെ നന്മയ്ക്കാണെന്ന് വിശ്വസിക്കുവാൻ And കഴിയും. also we should be able to believe that every single thought of Him for us is for our goodness only. യിരെമ്യാപ്രവചനം 29 അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ. And when you go to the book of Jeremiah chapter 29 verse 10 and 11. ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എന്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. It says when 70 years are completed for Babylon, I will come to you and fulfill my good promise to bring you back to this place. ഒരിക്കൽ
ഒരിക്കലൂടെ ഞാൻ വായിക്കുന്നു. Let me read it again. ആബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുമെന്ന് നിങ്ങളോടുള്ള എന്റെ വചനത്തെ ഞാൻ നിവർത്തിക്കുകയുള്ളൂ. And this is what the Lord says, when the 70 years are completed for Babylon, I will come to you and fulfill my good promise to bring you back to this place. എന്നിട്ട് അടുത്ത വാക്യം കേൾക്കണോ? You know what the next verse says? നിങ്ങൾ പ്രത്യാശിക്കുന്ന Yes. ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേയുള്ള നിരൂപണങ്ങൾ. For I know the plans I have for you, declares the Lord, plans to prosper you and not to harm you, plans to give you hope and a future. ഇന്ന് പകൽക്കാലം ഈ വചനം ഒന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ എത്ര പേർക്ക് കഴിയും? ആമേൻ. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിരൂപണങ്ങൾക്ക്, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾക്ക്, എന്റെ തലമുറയെ കുറിച്ചുള്ള, എന്റെ കുടുംബത്തെ കുറിച്ചുള്ള, എന്റെ ശുശ്രൂഷയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾക്ക് How many of you will be able to believe and take it that His plan for me, for my family, for my children and for my ministry? ആമേൻ. അതിന് ഓരോന്നിനും ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയമുണ്ട്. There is a time that God has set for each and everything that we just mentioned. ദൈവത്തിന്റെ പദ്ധതികൾ തികവുള്ളതാണ്. Because God's plans are perfect. കാരണം അവൻ ആരംഭത്തിന് മുന്നമേ അവസാനം അറിയുന്ന ദൈവമാണ്. Because He is a God who knows the end in the beginning. ആമേൻ. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരുന്ന് നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത്. As you are sitting and listening to me, the Spirit of God, the Spirit of the living God is ministering to you. നിങ്ങൾ പ്രത്യാശിക്കുന്ന ഒരു ഭാവിയുണ്ട്. There is a future that you are expecting. ഒരു ശുഭഭാവിയുണ്ട്. A good future. ആമേൻ. അത് അതിന്റെ സമയത്തിനു വേണ്ടി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. And it is struggling to reach the end. അത് നന്മയ്ക്കുള്ളവയാണ്. It is for good only. മൂന്നാമതായിട്ട് Number 3. ആമേൻ, യുണീക്ക് ആയിരിക്കുവാൻ കഴിയുന്നത്. Number 3, how you can be unique? വെല്ലുവിളികളെ വെല്ലുവിളിക്കുവാൻ കഴിയുമ്പോഴാണ്. You should be able to challenge the challenges. പ്രൈസ് ഗോഡ്. ഒരിക്കൽ കൂടെ പറയാം, വെല്ലുവിളികളെ വെല്ലുവിളിക്കുവാൻ You കഴിയണം. should be able to challenge the challenges. എന്താണെന്ന് അറിയാമോ അതിന്റെ അർത്ഥം? You know what that means? ആമേൻ. ഹല്ലേലൂയ. ജീവിതത്തിൽ ദൈവിക പദ്ധതികളിൽ നിൽക്കുന്നവനെതിരെ എല്ലായ്പ്പോഴും വെല്ലുവിളികളുണ്ട്. Because there will be a challenge against you, against the plan of God in your life. ശ്രദ്ധിച്ച ഒരു കാര്യം ഞാൻ പറയാം. And let me tell you one thing. നിങ്ങളുടെ വെല്ലുവിളി ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ തന്റെ പ്രവൃത്തി പ്രദർശിപ്പിക്കുവാനുള്ള അവസരമല്ലാതെ മറ്റൊന്നുമല്ല. And the challenge should be that God should be able to reveal His plan in your life. നമ്മുടെ ജീവിതത്തിൽ ഒരു വെല്ലുവിളി ഉണ്ടെങ്കിൽ, If there's a challenge in our life, ആ വെല്ലുവിളി എന്താണെന്ന് അറിയാമോ? you know what that challenge is? ദൈവത്തിന് തന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്താനുള്ള ഒരു അവസരമാണത്. That is a chance that God will be able to reveal His work in us. ആമേൻ. താൻ ആരാണെന്നും തനിക്ക് എന്തു ചെയ്യുവാൻ കഴിയുമെന്നുമെല്ലാം താൻ വെളിപ്പെടുത്തുന്ന മണ്ഡലമാണ് നമ്മുടെ ജീവിതത്തിന്റെ വെല്ലുവിളികൾ. The challenges in our life is where God will be able to reveal who He is and what He can do. അത് മനസ്സിലാക്കിയ യോസേഫ് ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. And so when Joseph, who understood this, in chapter 50 of Genesis we read like this. ഓ, നിങ്ങൾ എന്റെ നേരെ ദോഷം നിരൂപിച്ചു. And you wanted bad things to happen to me. ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷയെ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. But God made it in favor of you so that it will bring good things for you. അവന്റെ ജീവിതത്തിൽ ഒത്തിരി വെല്ലുവിളികൾ ഉണ്ടായി. He had a lot of challenges in his അവൻ life. പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത He wasn't able to stand firm. പരിശോധനകളിലൂടെ അവൻ കടന്നുപോയപ്പോൾ And when he went through such things, തിരുവചനം പറയുന്നു, യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. and the word of God says, because God was with him, he was able to achieve victory in everything. ആമേൻ. തന്റെ ജീവിതത്തിന് മുമ്പിൽ ഉയർന്ന വെല്ലുവിളികൾ, ആമേൻ, ഹല്ലേലൂയ, പ്രതികൂലത്തിന്റെ അനുഭവങ്ങളിലെല്ലാം തനിക്കൊരു കാര്യം മനസ്സിലായി. എന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവമുണ്ട്, അവൻ വിശ്വസ്തനാണ്, അതിനൊരു സമയമുണ്ട്. He knew one thing when he faced challenges. All these challenges come to me, but I have a God who has promised me. ഇന്ന് പകൽക്കാലം വെല്ലുവിളികളെ കണ്ടിട്ട് അതിന് മുമ്പിൽ നീ ഭാരപ്പെട്ട് കർത്താവേ എന്താ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് മാറിയിരിക്കാനല്ല, ആ വെല്ലുവിളികളെ നോക്കി
നോക്കി നീ വെല്ലുവിളിക്കുവാനിടയാകണം. When you see challenges, when you face challenges, you shouldn't be perplexed. That's not why you are called for. You should challenge those challenges. ആമേൻ. കാരണം നാം യുണീക്കായി അവന്റെ സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. Why? Because we are created by His hands. We are His handiworks to do good works for Him. ഇനി യുണീക്കായിരിക്കണമെങ്കിൽ അടുത്തത് എന്താണെന്നറിയാമോ? You know what is the next thing you should do? ആമേൻ. നിങ്ങളെ വെറുക്കുന്നവരെ അല്ല, അവരുടെ വെറുപ്പിനെ അവഗണിക്കുക. And you should avoid the hate of people. ആമേൻ. മനസ്സിലായോ? ആമേൻ. ഒരു പക്ഷേ നാം ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ നമ്മെ വെറുക്കുന്നവർ ഉണ്ടാകാം. And when we are moving forward in our life, we can see people hating us. ഹലോ. ആമേൻ. ദാവീദിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് വന്ന് നോക്കിക്കേ. Look at the life of David. അവനെ വെറുത്തില്ലേ ശൗല്? Saul hated him. തന്റെ മകളുടെ ഭർത്താവല്ലേ? Wasn't he his son-in-law? ആമേൻ. എന്നാൽ ആമേൻ ദാവീദിലേക്ക് ഒന്ന് വന്ന് നോക്കിക്കേ. But look at David. അവൻ ശൗലിനെ വെറുത്തില്ല. He never hated Saul. അവൻ ശൗലിലുള്ള വെറുപ്പിനെ അവൻ അവഗണിക്കുവാൻ തുടങ്ങി. But he started avoiding the hatred of Saul. അവസരങ്ങൾ ഉണ്ടായിട്ടും അവന് നേരെ കൈയോങ്ങിയില്ല. Even though he had opportunities, he never took his hand against him. ദൈവം പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ ദൈവത്തിന് കാര്യങ്ങളെ വിട്ടുകൊടുത്തു. He said, let God work, and he left everything to God. ആമേൻ. ദാനിയേൽ പ്രവചനത്തിൽ വരുമ്പോൾ, And when you come to the book of Daniel, 6-ാം അധ്യായത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം. in chapter 6 we can see like അവരുടെ this. മേൽ 3 അധ്യക്ഷന്മാരെ നിയമിപ്പാൻ ദാര്യാവേശിന് ഇഷ്ടമായി. When Darius wanted to make 3 leaders there, 3-ാം വാക്യം പറയുന്നു, and verse 3 says, ദാനിയേൽ ഉത്കൃഷ്ടമാനസനായിരുന്നത് കൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപതികളിലും വിശിഷ്ടനായി യുണീക്കായി വിളങ്ങി. and because he was a unique person among the administrators, he shined because Daniel was unique. അവൻ യുണീക്കായി. He was unique. അവൻ ശ്രദ്ധിച്ചു കേട്ടെ. അധ്യക്ഷന്മാരുടെ ഇടയിലും അവൻ യുണീക്കായി മാറി. Among the administrators, he became unique. കാരണം അവൻ ഉത്കൃഷ്ടമാനസനായിരുന്നു. Because he had a sound mind. അവൻ ഉത്കൃഷ്ടമാനസനായവനെ യുണീക്കായി നിൽക്കുമ്പോൾ, and when that person was standing as a unique person, തിരുവചനം പറയുന്ന അടുത്ത വാക്യം ഇങ്ങനെയാണ്. the word of God says, ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. and they started finding grounds to face charges against David. Daniel. ഒരു കുറ്റവും കണ്ടെത്താൻ അവർക്ക് But കഴിഞ്ഞില്ല. they were not able to find anything. റീസൺ പറയുന്നു, അവൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട്. Why? Because he was a trustworthy person. ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. Then they were not able to find any corruption or negligence in him. നീ യുണീക്ക് ആയിരിക്കുമെങ്കിൽ, if you are unique, അത് സഭയിൽ, കുടുംബത്തിൽ, സമൂഹത്തിലൊക്കെ യുണീക്ക് if ആയിരിക്കുമ്പോൾ, you are unique in the church, in your family, and everywhere you go, ഒരു പക്ഷേ ഇങ്ങനെയുള്ള വെറുപ്പിന്റെ അനുഭവങ്ങൾ ഉണ്ടായാൽ, and when such hatred come to you, വെറുക്കുന്നവരെ അല്ല നീ വെറുക്കുന്നവരെ നീ വെറുക്കരുത്. you should not hate the people who hates you. എതിരെ സംസാരിക്കുന്നവരെ വെറുക്കരുത്. You should not hate those people talk against you. അവരിൽ നിന്ന് പുറത്തു വരുന്ന ആ വെറുപ്പിനെ അങ്ങ് അവഗണിച്ചാൽ മതി. You start avoiding that hatred that comes out of them. അത് അവഗണിച്ചാൽ എന്ത് ചെയ്യാൻ You കഴിയുമെന്നറിയാമോ? know what happens if you are able to avoid it? ദാനിയേല് പതിവ് പോലെ 3 പ്രാവശ്യം അവൻ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്നിരുന്ന് പ്രാർത്ഥിക്കുകയാ. And then he looked unto Jerusalem and he started praying morning, afternoon, and evening. വെറുക്കുന്നവരെ കുറിച്ചുള്ള വെറുപ്പ് നമ്മുടെ ഹൃദയത്തിൽ വളർന്നാൽ, if that hatred against people who hates us, if that grows in us, അത് നമ്മുടെ പ്രാർത്ഥനയെ ബാധിക്കും. it will affect our prayer life. അത് നമ്മുടെ ആരാധനയെ It ബാധിക്കും. will affect our അത് worship. നമ്മുടെ വചന ധ്യാനത്തെ ബാധിക്കും. It will affect our word meditation. പക്ഷേ ഇതിവിടെ ദാനിയേലിനെ ബാധിച്ചില്ല. But this did not affect Daniel. അവൻ കിളിവാതിൽ തുറന്നിട്ട് He പ്രാർത്ഥിക്കുകയാണ്. opened the windows to Jerusalem and started praying. കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിക്കുന്നവനെ തകർക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. No force in this world will be able to destroy that person who prays. അതുകൊണ്ട് നമ്മളെ വെറുക്കുന്നവരെ വെറുക്കുവാനല്ല, അവരുടെ വെറുപ്പിനെ അവഗണിക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് പറയുകയാണ്. The Holy Spirit is giving us a message that you do not hate those people who hates us, but avoid the hatred of them. അതൊരു പക്ഷേ ജോലി സ്ഥാനത്തായിരിക്കാം. It might be in your workplace. ഒരു പക്ഷേ നിങ്ങളായിരിക്കുന്ന ഒരു സമൂഹത്തിൽ, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ, ഒരു കുടുംബത്തിലൊക്കെ ആകാം. ഒരു Or പക്ഷേ maybe in a particular area in your society or in your household. പക്ഷെ നിന്നെ യുണീക്കായി കണ്ട ദൈവത്തിന്, But God who saw you as unique,
unique. നിന്നെ കുറിച്ച് ഒരു വലിയ പദ്ധതിയുണ്ട്. He has a mighty, great, awesome plan for you. അഞ്ചാമത് എന്താണെന്ന് അറിയാമോ? Number 5, you know what? ക്രിസ്തുവിനെ കുറിച്ചുള്ള നമ്മളുടെ അറിവിനെ വർദ്ധിപ്പിക്കുക. And we should increase our knowledge of Christ. ആമേൻ. അതൊന്നുകൂടെ മനസ്സിലാക്കണം. ക്രിസ്തുവിനെ കുറിച്ചുള്ള നമ്മുടെ അറിവിനെ വർദ്ധിപ്പിക്കുവാനിടയാകണം. That we should be able to increase our knowledge of Christ. ഫിലിപ്പി ലേഖനം ആമേൻ 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. In Philippians chapter 3 verse 8 reads like this. ആമേൻ. 10-ാമത്തെ വാക്യം. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്നിടുന്നു. I want to know Christ, yes, to know the power of his resurrection and participation in his sufferings, becoming like him in his death, and so somehow attaining to the resurrection from the dead. അവൻ പറയുന്നത് കേട്ടോ, എനിക്ക് അവനിൽ ക്രിസ്തുവിൽ ഇരിക്കേണ്ടതിനും ക്രിസ്തുവിന്റെ അവൻ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് ആ പുനരുദ്ധാനത്തിന്റെ ശക്തിയെ ഇനിയും അനുഭവിച്ചറിയാൻ. He says, I want to know Christ, yes, to know the power of his resurrection and participation of his sufferings. ക്രിസ്തുവിനെ അറിയണം. I want to know him more. ആമേൻ. ആ കൃപയെ, ആ ശക്തിയെ, ഈ ക്രിസ്തുവിനെ നീ അറിയുമ്പോൾ, and when you know Christ and his power, ആറാമതായി സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? you know what happens next? ആമേൻ. ആത്മീക ഊർജം വർദ്ധിക്കും. And then your zest, your spiritual zest will ആമേൻ. increase. ശ്രദ്ധിച്ചു കേൾക്കണം. ആത്മീക ഊർജം വർദ്ധിക്കും. Your spiritual zest will work. ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാം എനർജി ഡ്രിങ്ക് എന്ന് പറയുന്ന സാധനം ഇപ്പോ മേടിക്കാൻ കിട്ടും. You all know that there's an energy drink that will boost your energy. ആമേൻ. അത് ചെയ്യുന്ന അതിന്റെ പരിപാടി എന്താണ്? You know what that does? ഇല്ലേ, നമ്മുടെ ആ ഊർജത്തെ, നമ്മുടെ ആ പവറിനെ, നമുക്ക് നമ്മുടെ ക്ഷീണം ഉണ്ടാകുമ്പോൾ അതിനെ ഒന്ന് വർദ്ധിപ്പിക്കലാണ്. And that is to boost our energy when we are tired. ക്രിസ്തുവിനെ കുറിച്ച് അറിയാനുള്ള ശ്രമം നമ്മുടെ ആത്മീക ഊർജത്തെ വർദ്ധിപ്പിക്കുമ്പോൾ, and when our inquiry about Christ, ആമേൻ, ലേഖനത്തിൽ വായിക്കുന്നത് പോലെ, as we read in the book of Ephesians, അവന്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന, വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതാണെന്ന്. and to know the great mighty power that will work in us, those who inquire of this God. ആമേൻ. അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഒരു ദൈവത്തിന്റെ പൈതലിൽ ഉണ്ടാകുമ്പോൾ, and when that realization occurs in an individual, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന് തിരിച്ചറിയുമ്പോൾ, and when you realize that greater is the one who is in me than that's out in the world, അവൻ യുണീക്കായി മാറും. then you will become unique. Praise the Lord. ദാവീദിനെ യുണീക്കാക്കിയത് എന്താ? What made David unique? ദാവീദോ ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നുവെന്ന് ജനം പാടിയതിന്റെ കാരണം ദാവീദ് അവിടെ യുണീക്കായി മാറി. Why they sang like this? Saul killed 1,000, David killed 10,000. Why? Because David became unique there. ആമേൻ. ഹല്ലേലൂയ. അവനെ എന്താ യുണീക്കാക്കി മാറ്റിയത്? What made him unique? അവനിൽ വ്യാപരിച്ച അഭിഷേകം, the anointing that was in him. തിരഞ്ഞെടുപ്പ് അവന്റെ മേൽ വീണപ്പോൾ, and when that selection and election came on ആ him, വിളി അവന്റെ മേൽ വന്ന് when വീണപ്പോൾ, that calling came on him, ആമേൻ, അവൻ ഒരു കാര്യം മനസ്സിലായി. he understood one thing. ഈ വിളിയോടുകൂടി എന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ഒരു ആത്മസാന്നിധ്യമുണ്ട്. There is a presence of God that is upon me. ആമേൻ. ആ ആത്മസാന്നിധ്യത്തിൽ അവൻ ആയിത്തീർന്നു കഴിഞ്ഞപ്പോൾ, and once he was in the presence of God, അതിന്റെ വർദ്ധനവിൽ അവൻ മുൻപോട്ട് പോയപ്പോൾ, and when he moved forward with that, അവൻ ദൈവത്തോടുള്ള നന്ദി കരേറ്റൽ വർദ്ധിച്ചു വന്നപ്പോൾ, and when his thanksgiving increased, അതെല്ലാം അവനെ യുണീക്കാക്കി മാറ്റി. that all made him unique. ഇന്ന് പകൽക്കാലം യുണീക്കായി മാറാൻ ആഗ്രഹമുണ്ടോ? Do you desire to be unique this morning? ശുശ്രൂഷയിൽ യുണീക്കാകാൻ ആഗ്രഹമുണ്ടോ? Do you want to become unique in your ministry? ആമേൻ. ജോലി സ്ഥാനത്ത് യുണീക്കാകാൻ You ആഗ്രഹമുണ്ടോ? want to be unique in your workplace? കുടുംബത്തിൽ ചാർച്ചക്കാരുടെ ബന്ധുക്കളുടെ നടുവിൽ യുണീക്കാകാൻ ആഗ്രഹമുണ്ടോ? Do you desire to be unique among your family members? അതിനെ ഭൗമികമായ കാര്യാദികൾ ഒന്നുമല്ല നമുക്ക് ആവശ്യം. You don't need any material things to help you with that. ആമേൻ. നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മളെ യുണീക്ക് ആക്കത്തില്ല. Our degree certificate is not make us unique. ആമേൻ. ഡോക്ടറേറ്റ് ഉള്ളവർ, നമ്മളൊരു ഡോക്ടറേറ്റ് എടുത്താൽ നമ്മളെ പോലെ ഡോക്ടറേറ്റ് എടുത്തവർ ഒത്തിരി പേര് കാണും. If you take a doctorate, there are a lot of others who has doctorates. ആമേൻ. നമുക്കൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടെങ്കിൽ നമ്മളെ പോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളവർ ഒത്തിരി പേര് കാണും. If somebody is a PG, there are a lot of other people who has a PG. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ നടുവിൽ യുണീക്കായി മാറുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? അവർക്ക് ചെയ്യാൻ കഴിയാത്തത് ചെയ്യാൻ നമുക്ക് കഴിയുമ്പോഴാണ്. But then what makes you unique? When you are able to do things that they cannot do. ആമേൻ. ഇന്ന് പകൽക്കാലം പ്രവൃത്തി പരിചയം കൊണ്ട് അത് നേടാമെന്ന് വിചാരിക്കണ്ട. And so
പ്രവൃത്തി പരിചയം കൊണ്ടത് നേടാമെന്ന് വിചാരിക്കണം. Don't think that because of your experience you will be able to achieve that. ദൈവത്തിന്റെ സൽപ്രവൃത്തികൾക്കായി കൈപ്പണിയായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നാം, അവന്റെ കൈപ്പണിയായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നാം, That we who are his handiwork created in Christ Jesus to do good ആമേൻ, works. ക്രിസ്തുവിൽ നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുമ്പോൾ When we are created in Christ, യുണീക്കായി നമ്മെ നിർത്തുവാനുള്ള ദൈവത്തിന്റെ പദ്ധതിയിൽ the plan of God to keep us unique. ഒന്ന് ക്രിസ്തുവിലുള്ള നമ്മുടെ ലക്ഷ്യത്തെയും മൂല്യത്തെയും തിരിച്ചറിയുക. Number one, we should be able to recognize the aim and our value in Christ. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയെ പിന്തുടരുക. And pursue the plan of God for us. വെല്ലുവിളികളെ വെല്ലുവിളിക്കുന്നവരായി മാറുക. The challenges in our life. വെറുക്കുന്നവരെ അല്ല, ആ വെറുപ്പിനെ അവഗണിക്കുക. Do not hate people who hates you, but avoid their hatred. ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുക. Increase your knowledge about Christ. ആത്മീക ഊർജം ധാരാളമായി സംഭരിക്കുക. And also try to boost your spirituality. അത് നമ്മളെ യൂണിക് ആക്കി മാറ്റും. That will make us unique. നമുക്ക് ദൈവസ്ഥാനത്തിൽ എഴുന്നേറ്റ് Can we all stand up in the presence of God? ആമേൻ. ഈ 2023 ഒരു വിജയത്തിന്റെ വർഷമാകുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. We desire that 2023 will be a year of victory. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നേട്ടത്തിന്റെ വർഷമാകണം. And this year will be a year of victory in every single sphere of our life. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി കാണപ്പെടുന്ന ഒരു വർഷം. A year where we will be considered unique among others. ആ ദൈവ പദ്ധതിക്കായി ഏൽപ്പിച്ചു കൊടുക്കാം. And can you submit yourself for the plan of God for just that?